ഐ ഹാവ് ടു ഗിവ് ദം എക്സാക്ട് ക്ലാരിറ്റി ഓൺ ഹൗ എക്സാക്ട്ലി ഐ എം ഗോണ പുട്ട് ദിസ് ലുക്ക്. നിങ്ങളുടെ ഈ ഇവന്റിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഇങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ടിന് ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രസമായിരിക്കും. അപ്പൊ അവർക്ക് അതിനൊരു കോൺഫിഡൻസ് കിട്ടണം. ബീങ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് മേക്സ് വിമൻ എക്സ്ട്രീംലി സ്ട്രോങ് ഇസ് വാട്ട് ഐ ഫീൽ. നമ്മൾ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടുക എന്ന് പറയണത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. എല്ലാം നന്നായിട്ട് വന്നു, ഒരു ഒട്ടും ബോധർ ചെയ്യാണ്ട് ചെരുപ്പ് വേറെ എന്തെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ ലുക്ക് കംപ്ലീറ്റ്ലി പോകും. ഇറ്റ്സ് ഓൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ്. ആ ഒരു ഡീറ്റെയിലിംഗിലാണ് കാര്യം. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യുക. എല്ലാവരും നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്നില്ല, അത് പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷെ മാക്സിമം നമ്മൾ കൺവിൻസ് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ, അവരുടെ കയ്യിൽ നിന്നെങ്കിലും ആ ഒരു മോട്ടിവേഷൻ എടുത്തിട്ട് നമ്മൾ പോവാന്നുള്ളതേ ഉള്ളൂ. ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവും. ബേക്കിംഗ്, കുക്കിംഗ്, സൈഡിൽ കൂടെ അതും കൂടെ ചെയ്യാം. നമുക്ക് ഒന്നില്ലെങ്കിൽ അടുത്തത്. ഒരു സൈമിൾട്ടേനിയസ്ലി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഇസ് ഓൾവേസ് ഗുഡ്. നമുക്ക് എവിടെന്നെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് വരുവാണെങ്കിൽ നമുക്ക് പമ്പിൻ ചെയ്യാനായിട്ട് വേറൊരു ഇതും ഉള്ളത് നല്ലതാണ്. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു വെൽത്തി സ്പോട്ട്ലൈറ്റ്. നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ ഒരുപാട് ഗസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഓൺട്രപ്രണേഴ്സ്, ഡയറക്ടേഴ്സ്, ഡിസൈനേഴ്സ്, ആക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് പേർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സ്റ്റൈലിസ്റ്റ് മേഖലയിലെ ഒരു ഗസ്റ്റാണ്. മറ്റാരുമല്ല, സ്റ്റൈലിസ്റ്റ് മേഖലയിലെ അമ്മു വർഗീസാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അമ്മു, വെൽക്കം ടു ഷോ. താങ്ക് യു സോ മച്ച്. ഭയങ്കര ചിരിച്ചെന്നെ ഇരിക്കുകയാണല്ലോ, വീണ്ടും അത് തന്നെ വന്നു. ഓക്കെ, അങ്ങനെ തന്നെ അങ്ങ് പോവാം. ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടല്ലേ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഇന്ന് ഈ കരിയറിലേക്ക് വന്നപ്പോൾ എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എക്സ്ട്രീംലി ഹാപ്പിയാണ്. ബിക്കോസ് നമ്മൾ ഒന്നും അല്ലാത്തടത്തു നിന്ന്, നമ്മളെ ആരും അറിയാത്തടത്തു നിന്ന് നമ്മളെ ഇന്നൊരു 10 പേര് അറിയാമെന്ന് പറയണത് അത് വളരെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. സക്സസ്ഫുൾ എന്ന് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നു. എന്നെ തന്നെ എന്ന് വെച്ചാൽ ആരാലും അറിയപ്പെടാത്തതിൽ നിന്ന് ഒരു കുറച്ച് പേർക്ക് അറിയാമെന്ന് പറയുന്നത് അതെനിക്ക് ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. പഠിച്ചതെല്ലാം BCom, അതിനുശേഷം MBA, ഇപ്പൊ പപ്പാന്റെ ബിസിനസ് നോക്കുന്നു, ഇത് മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഇതെല്ലാം ആണെങ്കിലും ആസ് എ പാഷൻ എന്ന രീതിയിൽ ഒരു സ്റ്റൈലിസ്റ്റ് എന്നൊരു രീതി ചൂസ് ചെയ്യാൻ എന്തായിരുന്നു കാരണം? ബിക്കോസ് ഫാഷനോടുള്ള അമിതമായ ഒരു സ്നേഹം അത് തന്നെയായിരുന്നു. പണ്ട് ചെറുപ്പം മുതലേ എനിക്ക് ഫാഷനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ദെൻ ഈ സ്റ്റൈലിംഗ് അല്ലെങ്കിൽ സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞൊരു റോൾ ഉണ്ടെന്നൊക്കെ ഉള്ളത് വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഫാഷനോടുള്ള അമിതമായൊരു ഇഷ്ടവും ഞാൻ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരുന്നത് തമിഴ് സിനിമകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലുള്ള കളേഴ്സ്, അതിൽ ആക്ട്രസ്മാരുടെ ഇത്, ജ്യോതിക വാസ് ഓൾവേസ് മൈ ഫേവറേറ്റ്. അപ്പോൾ ഞാൻ ജ്യോതികയുടെയൊക്കെ മൂവീസൊക്കെ കാണുമ്പോൾ ഉള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെ പണ്ട് മുതലേ മൂവി, ഫാഷൻ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനോടുള്ള അമിതമായ ആഗ്രഹത്തിൽ കയറിയ ഒരു കാര്യമാണ് ഈ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കരിയറായിട്ട് ഇതുവരെ ആരും ഫോക്കസ്ഡ് ആയി പോയിട്ടില്ല. ബിക്കോസ് നമ്മുടെ എല്ലാവരും ഒരു കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രസ്സ് എടുത്ത് കുറച്ച് ഓർണമെൻറ്റ്സ്, ഇപ്പോൾ ഒരു മാരീഡ് ആയിക്കോട്ടെ, കുറച്ച് ഡ്രസ്സ്, കുറച്ച് ഓർണമെൻറ്റ്സ്, കുറച്ച് മേക്കപ്പ്, തീർന്ന് ബ്രൈഡ് റെഡി, ഗ്രൂം റെഡി, ഇതായിരിക്കുമല്ലോ നമ്മുടെ ഒരു. അതിനെ സ്റ്റൈലിങ് ചെയ്യണമെന്ന് ആരും ചിന്തിക്കത്തില്ല. പക്ഷെ ആ ചിന്തിക്കാത്തൊരു മേഖലയിൽ വന്നപ്പം ഒത്തിരി ക്രിട്ടിസൈസ് ഫേസ് ചെയ്യേണ്ട അവസ്ഥ വന്നതാണ്. ഒത്തിരി പേര് കുറ്റം പറഞ്ഞാണ്, നീ എന്താണ് ഈ കാണിക്കുന്നത്? കാരണം MBA ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനൊരു ഇതിലേക്ക് പോകുമ്പോൾ ഒത്തിരി നെഗറ്റീവ്സ് കേട്ട് കാണും. സോ അന്നൊക്കെ എങ്ങനെയായിരുന്നു അതിനെയൊക്കെ ഫേസ് ചെയ്തത്? ഒരുപാട് ക്രിറ്റിസിസംസ് ഞാൻ കേട്ടിട്ടില്ല. ബട്ട് ദെൻ യെസ്, ഫ്രം എൻ്റെ ഫാമിലി, മൈ എക്സ് ഹസ്ബൻഡ്, അവിടെ നിന്നൊക്കെ എനിക്ക് ദേ വർ നോട്ട് സപ്പോർട്ടീവ്. ബിക്കോസ് ഒബ്വിയസ്ലി ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു അസോസിയേറ്റ് വിത്ത് കുറച്ച് മൂവി ഇൻഡസ്ട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്യണം. അതല്ലാണ്ട് കുറേ റാൻഡം ആൾക്കാരായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യണം ഫോർ ഷോ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം എൻ്റെ മമ്മിയാണെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, പപ്പയുടെ ഓഫീസുണ്ട്, വൈ ഗെറ്റിംഗ് ഇൻ ടു സംതിങ് ലൈക്ക് ദിസ്. പക്ഷേ അൾട്ടിമേറ്റ്ലി I always tell people, do things that makes you happy. More than money, it's always our happiness. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഞാനത് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സമയത്ത് ഗ്രാബ് ചെയ്തെടുത്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ അത് കിട്ടണമെന്നുമില്ല. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സാധനമാണത്. ലോക്ക്ഡൗണിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് തരക്കേടില്ലാത്ത രീതിയിൽ പോയി. എനിക്ക് ഒരുപാട് ബ്രൈഡ്സിനെ ചെയ്യാൻ പറ്റി. ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേര് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി.
സോ അങ്ങനെ എനിക്ക് ക്രിറ്റിസിസംസ് തുടക്ക സമയത്തുണ്ടായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ പോയപ്പോൾ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് എനിക്ക് പോസിറ്റീവ് റെസ്പോൺസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻഡ് ഇതൊരു ഭയങ്കര നമുക്കൊരു എനർജി തരുന്ന കാര്യമാണ്. ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ റെക്കഗ്നൈസസ് യു ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ടെൽ ഓക്കെ ദിസ് പെർട്ടിക്കുലർ വർക്ക് ഓഫ് യോഴ്സ്, അല്ലെങ്കിൽ അത് നല്ലതായിരുന്നു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കതൊരു ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഒരു എനർജി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനിയും കുറേ എന്തൊക്കെ ബെസ്റ്റ് ആക്കി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് ഐ കുഡ് മീറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ഇതിനകത്ത് വന്നതിന് ശേഷം. സോ എനിക്കിതിൻ്റെ ഗെയിൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അല്ല, പൊതുവേ ഇപ്പം മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ തിങ്ക് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടാൽ പോരെ, ഒന്ന് ഒരുങ്ങി ഇറങ്ങിയാൽ പോരെ, അതാണ് സ്റ്റൈലിഷ് എന്ന് പറയുന്നത്. സ്റ്റൈൽ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ പറയാറുണ്ട്. അപ്പം സത്യത്തിൽ അതാണോ സ്റ്റൈലിംഗ്? എന്താണ് സ്റ്റൈലിംഗ്? സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പോയിട്ട് ഡ്രസ്സ് മേടിച്ചിടുന്നത് മാത്രമല്ല സ്റ്റൈലിംഗ്. നമ്മുടെ ഹെയർ സ്റ്റൈൽ, അതിന് ചേരുന്ന മേക്കപ്പ്, അതിന് ചേരുന്ന ആക്സസറീസ്, അതിന് ചേരുന്ന ഫുട്വെയർ, എവറിത്തിങ് മാറ്റേഴ്സ്. നമ്മളൊരു നല്ല ഔട്ട്ഫിറ്റൊക്കെ എടുത്തിട്ട് ഒട്ടും ചേരാത്തൊരു ആക്സസറി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഔട്ട്ഫിറ്റിൻ്റെ കംപ്ലീറ്റ് ലുക്ക് പോവും. അല്ലെങ്കിൽ നമ്മൾ എല്ലാം നന്നായിട്ട് വന്നു, ഒരു ഒട്ടും ബോദർ ചെയ്യാണ്ട് ചെരുപ്പ് വേറെ എന്തെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി പോവും. അപ്പോൾ ഇറ്റ്സ് ഓൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ്. ആ ഒരു ഡീറ്റെയിലിങ്ങിലാണ് കാര്യം. സോ അതിനൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് തന്നെ വേണം. ഇറ്റ് റിക്വയർസ് കുറച്ചൊരു നമ്മളൊരു എസ്തെറ്റിക്കലി ഇതാക്കുന്നതാണ് ഒരു സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ വെറുതെ പോയിട്ട് ഒരു സാധനം മേടിച്ചിടുന്നത് തന്നെ അല്ല. റൈറ്റ് ഫ്രം ലൈക്ക് ഐ സെഡ്, റൈറ്റ് ഫ്രം ആക്സസറീസ്, ഹെയർ, മേക്കപ്പ്, ഫുട്വെയർ, എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗ്, എല്ലാം ഒരു സ്റ്റൈലിങ്ങിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഉള്ളതാണ് സ്റ്റൈലിംഗ്. അല്ല ചുമ്മാ നമുക്ക് തോന്നുന്നത് ഇടുന്നത് അതല്ല സ്റ്റൈലിംഗ്. നമ്മുടെ ബോഡി നേച്ചറിന് പറ്റുന്നത്, നമ്മുടെ കോംപ്ലക്ഷന് ചേരുന്ന കളേഴ്സ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും. ഈവൻ ഫോർ ബ്രൈഡ്സ് ഓൾസോ. കൂടിയിരിക്കുന്ന ആൾക്കാർ പറയും, എന്തിനാ ഒരു കാഞ്ചൂര സാരി എടുത്ത് ഉടുക്കുന്നല്ലോ, എന്തിനാണ് ഇപ്പോൾ ഒരാളുടെ ആവശ്യം, അതുപോലും നമുക്ക് സേവ് ചെയ്തിട്ട് സാരിയിലേക്ക് ഇടാവല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ട്, എന്നോട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ ചോദിക്കുന്നതാണ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട് മേടിക്കുമ്പോഴും നമ്മൾ അകത്ത് ചെയ്യാൻ ഇപ്പോൾ ഇൻറ്റീരിയേഴ്സിന് എക്സ്പേർട്സിനെ എടുക്കും. എന്തിനാ, നിങ്ങൾക്ക് തന്നെ 2 സോഫ മേടിച്ചിട്ടിട്ടാൽ പോരെ. പക്ഷെ അതുപോലെ തന്നെയാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബിഗ് ഡേയിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ചേരുന്ന എന്താ, നമുക്ക് ഇണങ്ങുന്ന എന്താ, അതിനെ പെയറപ്പ് ചെയ്ത് നല്ല രീതിയിൽ പ്രസൻറ്റബിൾ ആകുക എന്നതാണ് കാര്യം. അതാണ് സ്റ്റൈലിംഗ്. യെസ്, അതാണ് സ്റ്റൈലിംഗ്. അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു സ്റ്റൈലിസ്റ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി. ഈ പറഞ്ഞ പോലെ കോവിഡിൻ്റെ ടൈമാണ്, ലോക്ക്ഡൗൺ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു വെഞ്ചറാണിത്. ഒരു ബിസിനസ് അല്ല, ഒരു പാഷനാണ്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പാഷനായിരുന്നു ആ ഒരു. അതിന് ശേഷം ഇത്രയും വർഷം എടുത്തു, ഓൾമോസ്റ്റ് 2.5 years എടുത്തതിനകത്ത് എത്രത്തോളം ആഗ്രഹിച്ച സ്ഥാനത്തേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്? ഞാൻ ഒന്നും ആഗ്രഹിക്കാത്തടത്തുനിന്ന് എന്തിലോ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനിങ്ങനെ ആലോചിക്കും, എനിക്ക് എങ്ങനെ ആൾക്കാരിലേക്ക് എത്താൻ പറ്റും, എങ്ങനെ എന്നെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സ്ക്രീനിൽ കണ്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്, എനിക്കൊന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ആ ആഗ്രഹിച്ചവരായിട്ടൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവത്തിൽ നിന്ന് എനിക്ക് ഇന്ന് എന്തെങ്കിലും എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇനിയും എനിക്ക് ആഗ്രഹമുണ്ട്. ഐ റിയലി വോണ്ട് അസോസിയേറ്റ് വിത്ത് കുറേ നല്ല ആർട്ടിസ്റ്റുമാരും കുറേ ബ്രൈഡ്സിനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഐ ഓൾവേസ് വോണ്ട് ബി ആ ഒരു ഐ ഓൾവേസ് വോണ്ട് ടു ബി ആ ഒരു എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ആക്റ്റീവായിട്ട് എനിക്ക് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആഗ്രഹം, ആ ഒരു വേർഡ് ഇപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന് ഏറ്റവും കൂടുതൽ അധികം യൂസ് ചെയ്ത വേർഡാണ് ആഗ്രഹം. ആയിരുന്നോ? അതെ. ഈ ഒരു ആൻസറിൽ വന്നൊരു വേർഡാണ് ആഗ്രഹം. ആഗ്രഹം എന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളൊരു വേർഡാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കേസ് എടുക്കുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഓക്കെ എനിക്കിത് ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഇന്നത്തെ സമൂഹത്തിൽ
സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്, ഡെഫിനറ്റ്ലി വരുന്നുണ്ട്, ആസ് യുവർ പോയിന്റ് വരുന്നുണ്ട് അല്ലേ? ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ എന്നാലും വരാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. Yeah. സോ അവർ ഈ ആഗ്രഹങ്ങളെ എങ്ങനെയാണ് അവർക്കത് എന്താ പറയുക പ്രകടമാക്കേണ്ടത്? എല്ലാ സ്ത്രീകൾക്കും എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ആണുങ്ങളെക്കാട്ടിലും കൂടുതൽ ആഗ്രഹങ്ങൾ ഉള്ള ഒരു കാറ്റഗറിയാണ്. ഇപ്പം നമുക്ക് ആരോട് ചോദിച്ചാലും നമ്മൾ പറയും, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, പക്ഷേ സാഹചര്യം കാരണം പറ്റിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന പോലെ ട്രാവൽ ചെയ്യണമെന്ന്, എനിക്ക് പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? ബിക്കോസ് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു സമൂഹമുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ഫാമിലി മേ ബി നമ്മുടെ ഫാമിലിയുള്ളവർ പറയും, ഇപ്പോൾ തൽക്കാലം നീ ഇതൊക്കെ വെയിറ്റ് ചെയ്യുക, ഇനി ഇതൊക്കെ ചെയ്യാമല്ലോ. ഇപ്പം നീ കൊച്ചിൻ്റെ കാര്യം നോക്ക്, ഇപ്പം നീ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്ക്, ഈ പറയുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും എവിടെയും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് നീ ഇതൊക്കെ ഹോൾഡ് ചെയ്യുക. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യും ഒരു പോയിന്റ് കഴിയുമ്പോൾ. ഞാൻ അതാണ് ഒരുവിധപ്പെട്ട എല്ലാ സ്ത്രീകളോടും പറയുന്നൊരു കാര്യമാണത്. നമ്മൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യുക. നമ്മുടെ എല്ലാവരും നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്നില്ല, അത് പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷെ മാക്സിമം നമ്മൾ കൺവിൻസ് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ, അവരുടെ കയ്യിൽ നിന്നെങ്കിലും ആ ഒരു മോട്ടിവേഷൻ എടുത്തിട്ട് നമ്മൾ പോവുക എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് നമ്മുടെ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവർ, കാരണം അവർക്ക് നമ്മുടെ സ്ത്രീകളുടെയൊക്കെ പൊതുവെയുള്ള സ്ത്രീകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഭർത്താവ് ഒന്നും സമ്മതിക്കുന്നില്ല, ഭർത്താവ് ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ ഹസ്ബൻഡ്സ് കുറച്ചും കൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. കാരണം എന്നും അല്ലായിരിക്കും നമ്മുടെ ഇപ്പോൾ ഭർത്താവിൻ്റെ പാർട്ട്ണർ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അവർക്കും അഭിമാനമുള്ളൊരു കാര്യമല്ലേ, ഏറ്റവും നല്ല രീതിയിൽ നല്ല പൊസിഷനിൽ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യാൻ പോവുക. അത് ഏത് എക്സ്റ്റെൻറ്റിലേക്ക് പോയിട്ടാണെങ്കിലും ഞാൻ അങ്ങനെ അച്ചീവ് ചെയ്യുക. അത് ഭയങ്കര ഇതാക്കാം. ബിക്കോസ് നമുക്ക് നാളെ എന്നൊരു സമയമില്ല, ഇന്ന് ഇപ്പം ഈ പൊതുവെ സ്ത്രീകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വിമൻ ടോക്ക് അവിടെ വരുവാണെങ്കിൽ അവർ പറയും ഫെമിനിസ്റ്റ് ആണ്, ഒരു ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത്. ഫെമിനിസം എന്നൊരു വേർഡ് ഈയിടെയായിട്ട് എവിടെ ഒരു സ്ത്രീനെ പറ്റി പറഞ്ഞാലും പൊങ്ങി വരുന്ന വേർഡാണ്. സ്ത്രീകൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണോ എന്നൊക്കെ പറയും, പക്ഷേ അങ്ങനെയൊന്നും സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. സ്ത്രീകളെ പറ്റി ഒരാൾ കയറി എന്ന് പറഞ്ഞാൽ അവൾ ഫെമിനിസ്റ്റ് ആണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞങ്ങ് ക്ലോസ് ചെയ്യിപ്പിക്കും. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയാണോ, ഫെമിനിസ്റ്റ് ആയ ഒരു വ്യക്തിയാണോ? ഞാൻ ഫെമിനിസ്റ്റോ അങ്ങനെയൊന്നുമല്ല, ഡെഫിനറ്റ്ലി നോ. ബട്ട് I strongly support women. I cannot stand men who disrespect women. അവരെ ഡീഗ്രേഡ് ചെയ്യുക, അവരെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക, അവർക്ക് വാല്യൂ കൊടുക്കാണ്ട് സംസാരിക്കുക, അവർക്ക് പെണ്ണുങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും അതിനെ യൂസ് ചെയ്യിപ്പിക്കാനുള്ള അവസരം കൊടുപ്പിക്കാണ്ടിരിക്കുക. ഐ സ്ട്രോങ്ലി ഡിസഗ്രി വിത്ത് പീപ്പിൾ. അങ്ങനെ അതിപ്പോൾ ആരാണെങ്കിലും ഞാനത് മുഖത്ത് നോക്കി പറയും. ബിക്കോസ് ഐ എം സമൺ ഹു ഹാസ് ഫേസ്ഡ്, ഐ എം സമൺ ഹു ഹാസ് ഗോൺ ത്രൂ ദാറ്റ്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കഴിവുകളുള്ള പെണ്ണുങ്ങളുണ്ടാവും. കുക്കിങ്ങിലാണെങ്കിലും എന്നാ പറയുക, ഗാർഡനിങ്ങിലാണെങ്കിലും, അല്ലെങ്കിൽ പറയാം ബേക്കിംഗ്, പല ഇൻഡസ്ട്രിയിലും പല മേഖലകളിലും നല്ല കഴിവ് ചെയ്യാവുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും, സ്ത്രീകളുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്തും അവർക്ക് ഇതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അപ്സെറ്റ് ആക്കിയും തളർത്തിക്കൊണ്ടുവരുന്ന ഒരുപാട് പേരുണ്ട്. അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ രണ്ടാമത് പറയുന്നത്, ലൈക്ക് ഐ സെഡ് ബിഫോർ, എല്ലാം തികഞ്ഞ് നിനക്ക് ഞാനുണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടെ നിൽക്കണം എന്നില്ല. നമ്മൾ അതിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് വി സ്റ്റാർ ഇല്ലേ, നമ്മുടെ വി സ്റ്റാർ. സോ വി സ്റ്റാറിൻ്റെ ഷീല ചിറ്റിൽവിളി മാം ആൾ പറഞ്ഞാണ്, വി സ്റ്റാർ തുടങ്ങുന്ന സമയത്ത് ദേ വർ ഓൾ ഡെഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. നോബഡി വാസ് സപ്പോർട്ടിങ് ഹർ. ബിക്കോസ് അത് ഇപ്പോൾ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു ഫാമിലി എന്നുള്ള ഒരാൾ എന്തിനത് പ്രൊമോട്ട് ചെയ്യുന്നു? ഇന്ന് മെജോറിറ്റി വിമൻ യൂസ് ചെയ്യുന്ന ഒരു ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണിത്. അപ്പോൾ അന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ബ്രാൻഡ് അവിടെ ഡെവലപ്പ് ആവില്ല. സോ ഐ വുഡ് സേ ഫൈറ്റ് ഫോർ ഇറ്റ് ആൻഡ് ഗോ ഫോർ ഇറ്റ്. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും പ്രീതിപ്പെടുത്തി നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഇതിൻ്റെ അടിയിൽ പല കമൻസും വരുമായിരിക്കും, അങ്ങനെയൊക്കെ പറയാൻ നല്ല മിടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഐ സ്റ്റാൻഡ് ബൈ വാട്ട് ഐ സേ, ഗോ ഫോർ ഇറ്റ്. ഈ വന്ന വഴികൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മുവിൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്ന സമയത്ത് എന്തോരം സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുള്ളത്?
സ്ട്രഗിൾസ് ആസ് ഇൻ പാഷൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ വന്നല്ലോ. അപ്പോൾ അന്നേരം എന്തെല്ലാം സ്ട്രഗിൾസ് ആയിരുന്നു വന്നത്? സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മൈ മോം വാസ് നോട്ട് ഹാപ്പി വിത്ത് വാട്ട് ഐ വാസ് ഡൂയിങ്. ബിക്കോസ് ഞാൻ മാർക്കറ്റിങ്ങിലുള്ള ഒരാളാണ്. പപ്പയുടെ ഇറ്റ്സ് എൻ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്. ഞങ്ങൾക്ക് ഡയഗ്നോസ്റ്റിക് സെൻ്റർ ആണുള്ളത്. സോ അതിനകത്ത് ബേസിക്കലി എനിക്ക് മേജർ ഒരു ഇൻപുട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഐ ജസ്റ്റ് ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ബിക്കോസ് ദ കമ്പനി ഇറ്റ് സെൽഫ് ഇസ് സെറ്റ്. സോ വി ബിൻ ഇൻ ദിസ് ഇൻഡസ്ട്രി ഫോർ ലൈക്ക് നിയർലി 40 years. അപ്പോൾ കാര്യമായിട്ടൊരു ഇതുണ്ടല്ല, എനിക്ക് എൻ്റെ ലൈഫ് സെറ്റാണ്. കാര്യമായിട്ട് എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് കമ്മിങ് ടു ദിസ് ഐ റിയലി നീഡ് ടു സ്ട്രഗിൾ ബിക്കോസ് ഈ ഒരു ഫാഷൻ മൂവി ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട് ഓഫ് നോ വെയർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി റിയലി ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ചിലപ്പോൾ ഓവർനൈറ്റ് ടൈം എടുത്തിട്ടുള്ള ഷൂട്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ഒറ്റ ലുക്കേ ഉള്ളെങ്കിലും കുറേ ടേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ടാവും. സോ വി റിയലി നീഡ് ടു ബി പ്രസൻറ്റ് അവിടെ. സോ ഇങ്ങനത്തെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കാര്യങ്ങളിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ഇതിലേക്ക് പോകുമ്പോഴത്തേക്കും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എൻ്റെ മൈ പാർട്ട്ണർ വാസ് നോട്ട് ഹാപ്പി വിത്ത് വാട്ട് ഐ വാസ് ഡൂയിങ്. ആൻഡ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എന്തിനാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവിടെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരാളിലേക്കും അടിച്ചേൽപ്പിക്കേണ്ടതോ ഇന്നതേ നീ ചെയ്യാവുള്ളൂ എന്ന് പറയേണ്ടതായിരിക്കരുത് ഒരു കാര്യങ്ങളും. ബീ ഇറ്റ് വർക്ക്, ബീ ഇറ്റ് എനിത്തിങ്. നമുക്ക് മറ്റൊരു വ്യക്തിക്ക് എന്താണ് ഇഷ്ടം എന്ന് അറിഞ്ഞ് അതിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിലേ കാര്യമുള്ളൂ. ബട്ട് എനിക്കൊരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ദെയർസ് നോ പോയിന്റ് മീ ഫൈറ്റിംഗ് ഫോർ ഇറ്റ് ബിക്കോസ് അൾട്ടിമേറ്റ്ലി നോബഡി ഈസ് ഗോയിങ് ടു എഗ്രി ടു വാട്ട് ഐ എം ഗോണ ഡു. മൈറ്റ് ആസ് വെൽ എനിക്കിതിനകത്തൊരു കുറച്ചെങ്കിലും കഴിവുണ്ടെങ്കിൽ അതെനിക്ക് കളയാൻ താല്പര്യമില്ല. ആൻഡ് ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഡു ഇറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. സപ്പോർട്ട് എനിക്ക് വലിയ രീതിയിൽ കിട്ടിയിട്ടില്ല. ബട്ട് മൈ ഡാഡ് വാസ് വെരി സപ്പോർട്ടീവ്. എൻ്റെ ഡാഡ് ഈസ് വെരി സപ്പോർട്ടീവ്. ഇപ്പോഴും ഉണ്ട്. എൻ്റെ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ അപ്പോൾ ഉടനെ ഫോണൊക്കെ എടുത്തിട്ട് ക്യാമറയൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുക്കും. കണ്ടോ എൻ്റെ ഫോട്ടോ ഒക്കെ വരുമ്പോഴത്തേക്കും കണ്ടോ. ഈസ് വെരി സപ്പോർട്ടീവ്. കാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ ചെയ്യുന്നത് എന്താ കാര്യം. കാരണം ഈ നോസ് അവൾക്കൊരു കാര്യം ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ എന്നുള്ള ഇതിൽ ഇരിക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ്, അതായത് പപ്പാടെ ബിസിനസ് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ടോ ബിസിനസ്? ഡെഫിനറ്റ്ലി. ഞാൻ ഇന്ന് ഓഫീസ് കഴിഞ്ഞ് ഞാൻ വന്നത്. ഓഫീസ് കഴിഞ്ഞ് അപ്പോൾ എങ്ങനെയാണ് ആ ബിസിനസ്സിലേക്ക് ആസ് എ മാർക്കറ്റിംഗ് ഒരു പേഴ്സൺ വരുമ്പോൾ എങ്ങനെയാണ് ആ ബിസിനസ്സും ഈ പാഷനും ഇത് രണ്ടും കൂടെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുക? വൺ തിങ് ഇസ് ബിക്കോസ് ഇത് എൻ്റെ ഓൺ പപ്പയുടെ ഓഫീസ് ആയതുകൊണ്ട് ഐ ഹാവ് അലോട്ടഡ് മൈ ടൈം അങ്ങനെ. സോ ഞാൻ ബേസിക്കലി എല്ലാ ദിവസവും പോകേണ്ടതാണ്. ബട്ട് ഞാൻ പറഞ്ഞു മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ഗിവ് മീ ദീസ് 3 days ഓഫീസിലേക്ക്. അല്ലാത്ത ദിവസം എനിക്ക് ഉള്ള ബ്രൈഡലും അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ. ഷൂട്ട്സോ ബ്രൈഡലോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അല്ലാത്ത ദിവസങ്ങൾ ഞാൻ അലോട്ട് ചെയ്യും. അല്ലാത്ത സമയത്ത് ഐ മേക്ക് ഷുവർ ലൈക്ക് 3 to 4 days ഐ ഗോ ടു ഓഫീസ്. അങ്ങനെ മാർക്കറ്റിംഗ് ആണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. സോ ഐ ഹാവ് ടു ബി ദെയർ. ഡോക്ടേഴ്സിനോട് സംസാരിക്കുക, നമ്മുടെ PROs അവരോട് സംസാരിക്കുക. സോ ഐ എം വെരി മച്ച് ആക്റ്റീവ്. അവിടെയും ഞാൻ ആക്റ്റീവാണ്. ഇതും ഞാൻ പറഞ്ഞില്ല, അതാണ് എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ആ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം അത് എത്രത്തോളം ഈ ഒരു പാഷനിലേക്ക് സഹായിച്ചിട്ടുണ്ട്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം ഇസ് വൺ തിങ് ഇസ് കൺവിൻസിങ് പീപ്പിൾ. ഓക്കെ, കൺവിൻസിങ് സംസാരിക്കാനുള്ളൊരു പവർ, കൺവിൻസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, ആൾക്കാരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് മാർക്കറ്റിങ്ങിന് ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ MBA മാർക്കറ്റിംഗ് എടുത്തത്. ബിക്കോസ് ഐ kind of felt that I have the capacity to talk to people, convince people. അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള എൻ്റെ തോട്ട്സ് എനിക്ക് പുട്ട് ഔട്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തന്നെ ആ മെയിൻ ഫീൽഡിലേക്ക് പോയത്. ഇവിടെയും ടോക്കിംഗ് പ്ലേസ് എ major role, because if I have to convince a bride, I have to do the talking, because അവരുടെ ബ്രൈഡിനെ അല്ല അവരുടെ പേരൻസിനോട്, കാരണം അവർ വെച്ചിരിക്കുന്ന സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്, നോംസ് ആൻഡ് തിങ്സ്. ഇന്ന പോലെ വേണം, ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഈ ഒരു ഇത് എടുക്കാൻ വേണ്ടി എന്തിനാണ് ഇവരുടെ ആവശ്യം എന്ന് ചോദിക്കണവരുണ്ട്. സോ അവിടെ നമ്മൾ പറയുക, കൺവിൻസ് ചെയ്യുക, ഇല്ല ഈ കളറാണ് ഈ കുട്ടിക്ക് നല്ലത്, ഇങ്ങനെ ചെയ്താലായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്ന് പറയുക. അതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ സെലിബ്രിറ്റീസായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും there should be clarity. I have to give them a exact clarity on how exactly I'm going to put this look. ഈ നിങ്ങളുടെ ഈ ഇവൻറ്റിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഇങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ടിന് ഞാൻ ഈ ഒരു കോൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രസമായിരിക്കും. അപ്പോൾ അവർക്ക് അതിനൊരു കോൺഫിഡൻസ് കിട്ടണം. അല്ലാണ്ട് നമ്മളവിടെ ഒരു വേഗമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി
കമ്മ്യൂണിക്കേഷൻ ഇസ് എവറിത്തിങ്. ദർ ഷുഡ് ബി ക്ലാരിറ്റി ഇൻ വാട്ട് വി സേ. അതിലാണ് മെയിൻ കാര്യമുള്ളത്. ഈ പറഞ്ഞ പോലെ എത്ര സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാമോന് സത്യത്തിൽ? Are you asking me in terms of figures? നോ, വേറെ എന്തെല്ലാം ബിസിനസ്? ഇല്ല, ബേസിക്കലി ഐ എം എൻ ഇൻഫ്ലുവൻസർ. Yeah. I mean, I don't like to be called myself as an influencer. Influencer. But എനിക്ക് ഇൻസ്റ്റഗ്രാമിലെ പ്രൊമോഷൻസ് വഴി ഐ ഗെറ്റ് പെയ്ഡ്. പിന്നെ സ്റ്റൈലിംഗ്, ഓക്കെ. പപ്പയുടെ ബിസിനസ്. രണ്ടാമത്തെ കാര്യം ഞാൻ ആൾക്കാരോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ടു നോട്ട് ഡിപ്പെൻഡ് ഓൺ ജസ്റ്റ് വൺ സോഴ്സ് ഓഫ് ഇൻകം. നമ്മൾക്ക് ഇപ്പോൾ വേറെ കഴിവുണ്ട്. ഇപ്പോൾ യു വർക്ക് ഇൻ എ ബാങ്ക് ഓർ യു ഡു സംതിങ് എൽസ്, അല്ലെങ്കിൽ IT-യിലാണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവും. ബേക്കിംഗ്, കുക്കിംഗ് ഓർ സംതിങ്. സൈഡിൽ കൂടെ അതും കൂടെ ചെയ്യാം. നമുക്ക് ഒന്നില്ലെങ്കിൽ അടുത്തത്. ഒരു സൈമിൾട്ടേനിയസ്ലി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഇസ് ഓൾവേസ് ഗുഡ്. നമുക്ക് എവിടെന്നെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് വരുവാണെങ്കിൽ നമുക്ക് പമ്പിൻ ചെയ്യാനായിട്ട് വേറൊരു ഇതും ഉള്ളത് നല്ലതാണ്. സോ എൻ്റെ വർക്ക് ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു 3 സോഴ്സ് ഓഫ് ഇൻകം ആണ്. യെസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സോഴ്സ് ഓഫ് ഇൻകം പറഞ്ഞു. ഇതേപോലെ ഒരു സ്ത്രീയുടെ ആഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അവൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നത്. യെസ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പം അമ്മുവിൻ്റെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി അത് എത്രത്തോളം ഉണ്ട്? ഇൻഡിപെൻഡന്റ് ലേഡി, ഒറ്റ ചോദ്യം. ഇൻഡിപെൻഡന്റ് ലേഡി, ആർ യു ആൻ ഇൻഡിപെൻഡന്റ് ലേഡി? ഓഫ് കോഴ്സ് ഐ ആം. ഓക്കെ. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ്, ബീങ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് മേക്സ് വിമൻ എക്സ്ട്രീംലി സ്ട്രോങ് ഇസ് വാട്ട് ഐ ഫീൽ. നമ്മൾ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടുക എന്ന് പറയണത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. നമുക്കൊരു സാനിറ്ററി നാപ്കിൻ മേടിക്കണമെങ്കിൽ പോലും നമ്മൾ പോയിട്ട് നമ്മുടെ ഭർത്താവിനോടോ അല്ല ആരോടെങ്കിലും എനിക്ക് ഇത്രയും രൂപ തരാമോ ഇത് മേടിക്കാമെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര അസ്വസ്ഥതയുള്ളൊരു കാര്യമാണ്. ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് അത് നമ്മളുടെ ഒരു സ്ട്രെങ്ത്താണ്, ഒരു പവറാണ്. നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഐ ടെൽ ഓൾ വിമൻ ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് വരില്ല. സാഹചര്യം ഉണ്ടാകാൻ പറ്റുന്നവരൊക്കെ അത് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഇറസ്പെക്റ്റീവ് ഓഫ് ഹൗ റിച്ച് യുവർ പാർട്ട്ണർ ഇസ് ഓർ ഹൗ വെൽത്തി യുവർ പാർട്ട്ണർ ഇസ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു വെൽ ഓഫ് ഫാമിലിയിൽ നിന്നായിരിക്കാം നിങ്ങൾ വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ് ജസ്റ്റ് ടേക്ക് വൺ മിനിറ്റ് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകാനായിട്ട്. സോ എപ്പോഴും 2 പേർക്കും ഈക്വലി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ബാലൻസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ 3 സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഇപ്പോൾ പാഷൻ, ബിസിനസ്, ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെന്ന്. അപ്പം എങ്ങനെയാണ് അമ്മുവിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു പേഴ്സണലി എങ്ങനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടക്കുക? ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈക്ക് സേവിങ്സും അങ്ങനെയാണ് ഞാൻ കുറച്ച് ഓഫ് ലേറ്റ് ഞാൻ കുറച്ച് സ്പെൻഡ് ത്രിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട് സർട്ടൻ തിങ്സ്. ഇപ്പം എൻ്റെ വീടിൻ്റെ കാര്യമാണെങ്കിലും വെൻ ഇറ്റ് കംസ് ടു ഡ്രസ്സിങ് ഐ എം കുറച്ച് പെർട്ടിക്കുലർ അബൌട്ട് കുറച്ച് കാര്യങ്ങൾ. ഇപ്പം ചിലർ പറയും വീടിൻ്റെ കാര്യമൊന്നും നമ്മൾ വലിയ ബോധറേണ്ട ആവശ്യമില്ല, അതങ്ങനെ ഇല്ല. ഫോർ മീ മൈ ഹൗസ് ഇസ് ദാറ്റ്സ് മൈ വേൾഡ്, ദാറ്റ്സ് വെയർ ഐ ബിലോങ്. അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വീട് അത്രയും പ്രസൻറ്റബിൾ ആയിട്ടിരിക്കണം. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. സെയിം വിത്ത് മൈ ഡ്രസ്സിങ്. എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഔട്ട്ഫിറ്റും കാര്യം. ബട്ട് ഐ വുഡൻ സേ ഐ വിൽ സ്പെൻഡ് സോ മച്ച്. ഒരു ടോപ്പിന് ഞാൻ 15,000 കൊടുക്കും, ഒന്നുമില്ല. ബട്ട് ദെൻ ഫോർ മീ ഇറ്റ് ഈസ് ഒരുപാട് ലെസ്, കൂടുതൽ ക്വാണ്ടിറ്റി ബട്ട് അധികം അഫോർഡബിൾ റേറ്റിൽ, അങ്ങനെയാണ്. നൗ വെൻ യു ആസ്ക് മീ അബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, പപ്പയാണ് എനിക്ക് കൂടുതലും പറഞ്ഞു തരുന്നത് എന്തിലേക്കൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത്. ഞാൻ അങ്ങനെ ഒരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 10 രൂപയും ചെലവാക്കുന്ന ഒരാളായിരുന്നു. ബട്ട് ഇപ്പോൾ ആള് പറയും കുറച്ച് കാര്യങ്ങൾ ഇത് ചെയ്യുക. ഇപ്പോൾ KSFE പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചിട്ടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിടുക. നമുക്ക് അതിൽ നിന്നൊരു പോയിന്റ് കഴിയുമ്പോൾ LIC, അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടും കാര്യങ്ങളെയും. ഈ ഇടുമ്പോൾ ഭയങ്കര സങ്കടം എനിക്ക്. കാരണം നമ്മുടെ അത്രയും ആ എക്സ്പെൻസിൽ നിന്ന് അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് പോവല്ലേ, ആ മാസത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് പോവുക. പക്ഷേ
പോയിന്റ് കഴിയുമ്പോൾ നമുക്കിപ്പോൾ കിട്ടണ ഒരു ഇതുണ്ട്. ഇപ്പം ഞാൻ ഒരു 6 വർഷം മുമ്പ് ഞാൻ ചിട്ടിയിൽ ജോയിൻ ചെയ്തിട്ട് ഞാനിപ്പോൾ അത് ഇട്ടത് കൊണ്ടാണ് എനിക്കിപ്പോൾ എൻ്റെ ഒരു ആവശ്യ നേരത്ത് എനിക്കിപ്പോൾ അത് എടുക്കാൻ പറ്റി. ഓക്കെ. അത് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കൂലായിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതുപോലെ മ്യൂച്വൽ ഫണ്ട്സും സംഭവത്തിലൊത്തൊന്നും എനിക്ക് അതിനെപ്പറ്റി ഞാൻ മാത്തമാറ്റിക്കലി വളരെ പൂറാണ്. അതുകൊണ്ട് ഞാൻ അമ്മാതിരി പരിപാടിയിലേക്കൊന്നും ഞാൻ ഇറങ്ങൂല. ബട്ട് ഈ പറഞ്ഞ LIC അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ കുറച്ച് ഇത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഐ വുഡൻ ഡു മേജർ ഇൻവെസ്റ്റ്മെന്റ് ബിക്കോസ് അത്രയും മാത്രം ഒരു റൂളിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെൻ എന്നാൽ കഴിയുന്നത് എനിക്ക് മാസം ഇപ്പോൾ നമുക്ക് ഇത്രയും രൂപ കിട്ടുവാണെങ്കിൽ അതിലൊരു കുറച്ച് ശതമാനം നമ്മൾക്ക് കൊണ്ടിടാം എന്നുള്ള ഒരു ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പോയി ചെയ്യാറുണ്ട്. പോസ്റ്റ് ഓഫീസ് കൊച്ചിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ. അതിപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് ഞാൻ ഭയങ്കര എക്സ്പെൻസീവ്, ഭയങ്കര ചിലവാക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്ന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ. നമുക്ക് അതിൽ നിന്ന് ഞാൻ മാറി ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സേവ് ചെയ്യുന്നു പറഞ്ഞതിനകത്ത് നമുക്കൊന്ന് ഒരു ഫിഗറിൽ പറയാം. അതായത് ഇപ്പോൾ അമ്മൂനൊരു 100 രൂപ തന്നാൽ അതിനെ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ആ 100 രൂപയുടെ എത്ര എക്സ്പെൻസ് ചെയ്യും, എത്ര യൂസ്ഡ് ചെയ്യും, എത്ര സേവ് ചെയ്യും, എത്ര ഇൻവെസ്റ്റ് ചെയ്യും എന്നൊന്ന് ഒരു റേഷ്യോ പറയാൻ പറ്റുമോ? ആക്ച്വലി അങ്ങനെ പറയുന്നതിൻ്റെ ബെനിഫിറ്റ് അതെല്ലാവരും ചിന്തിക്കും, ഏതൊരു സ്ത്രീയും ചിന്തിക്കും. ഒരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് മക്കള്, വീട്, കുടുംബം എന്ന് പറഞ്ഞ് ചിലവാക്കാതെ അവൾക്കും വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? എനിക്കിപ്പോൾ എൻ്റെ ഒരു ശമ്പളം കിട്ടുവാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഇപ്പം എനിക്ക് ഇടാനുള്ള ഇടത്തേക്കൊക്കെ ചെയ്യാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ. അതിൽ നിന്നൊരു അതൊരു 100 രൂപ എന്ന് വിചാരിച്ചോ? 100 രൂപയെന്ന് വിചാരിച്ചു. ഓക്കെ. അതിൽ നിന്ന് ആ മാസം എനിക്കിപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് മേടിക്കും. ഓക്കെ. പക്ഷേ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് അത് എനിക്ക് അതായത് എൻ്റെ ഇൻകമായിട്ട് വരുന്ന കാര്യമാണോ എന്നുള്ളത് ഞാൻ നോക്കും. അപ്പോൾ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 15 രൂപയുടെ ചിലവിനുള്ളത് ഞാൻ ചെയ്യില്ല. അപ്പം അതിന് ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന, അതിൽ നിന്ന് കുറച്ചും കൂടെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം മാത്രം. ഇപ്പോൾ എനിക്ക് 3 ഡ്രസ്സ് മേടിക്കണം, ഡ്രസ്സിൻ്റെ കണക്ക് ഞാൻ പറയാം, 3 ഡ്രസ്സ് മേടിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള എമൗണ്ട് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അതിനെ ചുരുക്കി ഞാൻ ഒരെണ്ണമാക്കും. ബട്ട് ഐ മേക്ക് ഷുവർ ഐ ഡു സംതിങ് ഫോർ മൈ സെൽഫ്, സംതിങ് ഫോർ വാട്ട് ടിയ വോൺസ്. അതിന് വേണ്ടി കൂടെ ഞാൻ ചെയ്യാറുണ്ട്. ഇറ്റ് നീഡ് നോട്ട് ബി ജസ്റ്റ് ലക്ഷറിയസ് തിങ്സ്, ഇറ്റ് ക്യാൻ ബി ഫുഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റിൽ പോവുക, അല്ലെങ്കിൽ ഒരു ചെറിയ ട്രാവൽ ചെയ്യുക, ഇതൊക്കെ ഞാൻ കൺസിഡർ ചെയ്യുന്ന എൻ്റെ ഒരു ലക്ഷറിയസ് കാര്യമാണ്. സോ ലൈക്ക് ഐ സെഡ്, ഇറ്റ് നീഡ് നോട്ട് ബി ലൈക്ക് ഒരു വലിയ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവണമെന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഐ ബി ഹാപ്പി. ബട്ട് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് ഇങ്ങനെ എപ്പോഴും കൂട്ടി വെച്ചിട്ട് അയ്യോ എൻ്റെ മോൾക്ക്, എൻ്റെ അവർക്ക്, എൻ്റെ ഇവർക്ക് എന്ന് പറയില്ല. നമ്മളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്യാം. അത് ഈ പറഞ്ഞതുപോലെ തന്നെ കുറേ സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. രാവിലെ അവർ ജോലിക്ക് പോകും, തിരിച്ചു വരും, അവർക്ക് സാലറി കിട്ടുന്നുണ്ട്, പക്ഷെ അവരുടേതായ നീഡ്സിന് അവരൊന്നും ചെയ്യാറില്ല. എന്നാൽ ചെയ്യുന്നവരുണ്ട്, ബട്ട് ചെയ്യാറില്ല. ഇപ്പം ചിലവർ പറയും ഓക്കെ ഞാൻ ഫ്രീഡം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓള് ജോലിക്ക് പോകുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യമാണ്. ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അവരുടെ ജോലി ആയിരിക്കത്തില്ല അവരുടെ പാഷൻ. അവർക്ക് ആഗ്രഹങ്ങൾ കാണും, ഇതേപോലെ ട്രാവൽ ചെയ്യാൻ ഒക്കെ. ഇപ്പോൾ ട്രാവലിംഗ്, അമ്മൂന് ട്രാവലിംഗ് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം. യെസ്, ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക എന്ന ആഗ്രഹമാണ്. അങ്ങനെ പറ്റാത്ത ഒത്തിരി സ്ത്രീകൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ജോലിക്ക് പോകുന്നുണ്ട്, വരുമാനം ഉണ്ടെങ്കിൽ പോലും അവരെ അടിച്ചു താഴ്ത്താൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ എക്സ്പ്ലോറിങ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി സ്ത്രീകളെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. സോ അങ്ങനെയുള്ള സ്ത്രീകളോട് എന്താ അമ്മൂന് പറയാനുള്ളത്? ചില സമയത്ത് നമുക്കിപ്പോൾ സ്ത്രീകൾക്കും വരുമാനം ഉണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഒരു 10 പൈസയുടെ ഒരു സാധനം എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഭർത്താവിനോട് പറയും, ഇതൊക്കെ നടന്നു വന്ന കാര്യങ്ങളാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർ പറയും ഇതിപ്പോൾ ഇതിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാസത്തെ ചിലവ് എങ്ങനെ വരും? പക്ഷെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്, ഭർത്താക്കന്മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അവിടെ എങ്ങനെയെങ്കിലും നമ്മുടെ ഒന്ന് കുറയ്ക്കാനായിട്ട് അവർ നോക്കും. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ നോക്കി തന്നു കഴിഞ്ഞാൽ സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ പറയില്ല ഇന്നത്തെ കാര്യം ഇന്ന്, അങ്ങനെ ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറയാം ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കുറച്ചും കൂടെ നമ്മുടെ ആ വീടിന് നമുക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും. ബിക്കോസ് അൾട്ടിമേറ്റ്ലി
വിമൺ റൺസ് ദി ഹൗസ്. എന്ന് വെച്ചാൽ ബാധ്യതകളും കൊച്ചുങ്ങളെ നോക്കുക അത് മൊത്തം നമ്മുടെ തലയിലാണെന്നല്ല. എന്നാലും ആ വീടിൻ്റെ ഐശ്വര്യം, വീടിൻ്റെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ആ വീട്ടിൽ നിൽക്കണ സ്ത്രീകളുടെയാണ്. അവർ ഹാപ്പിയായ നമ്മൾ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് കൊടുക്കും പൊതുവെ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് ആരാ? കൂടെയുള്ള പാർട്ട്നേഴ്സാണ്. മേക്ക് ദം ഹാപ്പി. ലൈക്ക് ഇറ്റ് നീഡ് നോട്ട് ബി ലൈക്ക് ഐ സെഡ് യൂറപ്പിലേക്കും വലിയ വലിയ ഡെസ്റ്റിനേഷനിലേക്കും ട്രാവൽ ചെയ്യണമെന്നല്ല. നിങ്ങളത് ഇവിടെ നിന്ന് മൂന്നാർ വരെ പോയിക്കോ, വാഗമണിലേക്ക് പോയിക്കോ. ജസ്റ്റ് എ സ്മോൾ ഡ്രൈവ്, 2 hour ഡ്രൈവ്, നല്ല ചായയൊക്കെ കുടിച്ച് നല്ല സംസാരിച്ച് മിണ്ടി പറഞ്ഞു പോവുക. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ലക്ഷറി ഫോർ മെനി വിമൺ. എൻ്റെ ആഗ്രഹങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. ചെറിയ ചെറിയ ട്രാവൽസ് നടത്തുക, നല്ല പാട്ടൊക്കെ കേട്ട് പോവുക, പോകുന്ന വഴി കാര്യങ്ങൾ, ചെറുതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുക, ഫ്രണ്ട്സായിട്ട് സമയം ചെലവഴിക്കുക. പെണ്ണുങ്ങൾ വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് ഫാമിലി. വി ഷുഡ് ഹാവ് ഫ്രണ്ട്സ്. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എത്രയോ പേരുണ്ട് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യും. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തിട്ട് മറ്റ് ഫോക്കസ് മൊത്തം ഭർത്താവും കുടുംബമായിരിക്കും. ഐ ആം ടെല്ലിങ് യു, യു ലൂസിങ് മെജോറിറ്റി ഓഫ് യുവർ ഫൺ. ആ ലൈഫിൻ്റെ നല്ല കാലം മൊത്തം കളയാണ് നമ്മൾ. ചൂസ് റൈറ്റ് ഫ്രണ്ട്സ്, അത് വേറെ കാര്യം. പക്ഷേ എത്രയോ പേരുണ്ട് ഫ്രണ്ട്സിനെയൊക്കെ മാറ്റി ഫുൾ ഫോക്കസ് ഫാമിലിക്ക് മാത്രം കൊടുത്തിട്ട്. നമ്മുടെ ലൈഫിൽ എല്ലാം ബാലൻസ് ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി ഫാമിലി, ദർ ഷുഡ് ബി ഫ്രണ്ട്സ്. അവർക്ക് കൊടുക്കേണ്ട സമയം കൊടുക്കണം. പല കാര്യങ്ങളും ഫാമിലിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമുക്ക് ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുക. ഹസ്ബൻഡിനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റാത്തതായിരിക്കും നമുക്ക് ഫ്രണ്ട്സിന് ഒരു പക്ഷേ ചെയ്യാൻ പറ്റുന്നത്. സോ ചിലപ്പോൾ അവരായിട്ടുള്ളൊരു കുറച്ച് സമയം മതി ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ആ വിമണ്, സ്ത്രീകൾക്ക് സന്തോഷമായിട്ട് മാറാനായിട്ട്. സോ it is not about all these luxurious things. Small happiness matters. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മ തന്നെ പറയുന്നുണ്ട്. അമ്മ പറഞ്ഞു, അമ്മ എന്നല്ല പൊതുവേ നമ്മൾ പറയുന്നതാണ്, സ്ത്രീ അവൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കും, അവൾ വീട് മാനേജ്മെൻറ്റ് അവൾ അടിപൊളിയായിട്ട് ചെയ്യും. എന്നാൽ ആ ഒരു വ്യക്തിനെ നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് പൊസിഷൻ അവൾക്ക് കൊടുക്കുമ്പോൾ അവൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ പുറത്താക്കുന്നതുണ്ട്. അവളെ കൊണ്ട് നടക്കാം, അവൾക്ക് വീട് നോക്കി ഇരിക്കാനേ പറ്റും. പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ അവളെല്ലാം, അച്ഛൻ്റെ ആയിക്കോട്ടെ, അമ്മയുടെ ആയിക്കോട്ടെ, കുട്ടികളുടെ ആയിക്കോട്ടെ, ഫുഡ്, എല്ലാ കാര്യങ്ങളും അവൾ നോക്കുന്ന അവൾക്ക് ബിസിനസ് അല്ലെങ്കിൽ സ്വന്തം കാര്യം അവൾ അപ്പോഴും മറക്കുന്നു. പക്ഷെ അവൾക്ക് ഒരു ബിസിനസ് അങ്ങനെയൊക്കെ പോകുമ്പോൾ അവൾ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അവളെ ഒത്തിരി പുറത്തേക്ക് തള്ളുന്ന ഒത്തിരി സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അവരെ മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം ആസ് എ അമ്മ മാർക്കറ്റിങ്ങിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും കുറേ പേർക്ക് ഇറിറ്റേറ്റഡ് ആവും. ഈ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഒരുപാട് വീട് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, വീടിൻ്റെ ഒരു കാര്യം മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആണോ ഒരു ഓഫീസും സ്ഥാപനം ചെയ്യാൻ പറ്റാഴിക വരുന്നത്? ബിക്കോസ് വിമൺ ഇസ് പെർഫെക്റ്റ് ഇൻ ഹാൻഡ്ലിങ് ദ ഫിനാൻഷ്യൽ സ്ട്രക്ചർ, ആ വീടിൻ്റെ കാര്യങ്ങൾ. സൈമിൾട്ടേനിയസ്ലി ദേ ക്യാൻ മാനേജ് സോ മെനി തിങ്സ്. ഡെഫിനറ്റ്ലി വെൻ ഇറ്റ് കംസ് ടു മെൻ, ദ ഫോക്കസ് ഇസ് ഓൺലി ഓൺ വർക്ക്. അവരോട് വർക്ക് ചെയ്തിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് മെൻ ഗെറ്റ് എക്സോസ്റ്റഡ്. അതേസമയം എത്ര പേരുണ്ട് വിമൺ, ദേ ഗോ ടു ബാങ്ക്, ദേ ഗോ ടു മേജർ വർക്ക്, ഹയർ പൊസിഷനിൽ നിൽക്കുന്നവർ വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിമൺ ആർ എക്സ്ട്രീംലി ഗുഡ്, എക്സ്ട്രീംലി ടാലൻറ്റഡ്. ചില ആണുങ്ങൾക്ക്, ചില മെൻ, അവർക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഇനി അവൾ എന്നേലും കയറുമോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ അടിച്ചു താഴ്ത്തുന്നവരും ഉണ്ടായിരിക്കാം. ഇവൾക്കിതൊന്നും പറ്റത്തില്ല, ഇവൾക്ക് ഇതൊക്കെ തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അടിച്ചു താഴ്ത്തി പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഈ റോള് കൊടുത്തു കഴിഞ്ഞാൽ വളരെ അസലായിട്ട് ഇവർ ചെയ്യുന്നവരുണ്ട്. കാരണം ദേ ആർ ദി ബെസ്റ്റ് ടു മാനേജ്. കാരണം അവർക്ക് വീടും കുട്ടികളും കാര്യങ്ങളും എല്ലാം കൂടെ അവരുടെ മൈൻഡ് ഓൾവേസ് വർക്കിംഗ് ആണ്. ഒരമ്മയുടെ മൈൻഡ് അല്ലെങ്കിൽ ഒരു വിമൺ, ദ മൈൻഡ് ഈസ് ഓൾവേസ് ആക്റ്റീവ്. ഇങ്ങനെ അവർക്ക് സൈമിൾട്ടേനിയസ്ലി മൾട്ടിപ്പിൾ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് അവർക്ക്. ഐ സേ സപ്പോർട്ട് ദം, ഗിവ് ദം ബെസ്റ്റ് റോൾസ്. അവർക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. എനിക്കറിയാവുന്നവരുണ്ട് മെറ്റേണിറ്റി ലീവിൽ പോയി കഴിഞ്ഞാൽ ഇനി കൊച്ചും പ്രാരാബ്ദങ്ങളും കാര്യങ്ങളായിരിക്കും, എന്നാൽ പിന്നെ ഇനി ആളെ മാറ്റിയിട്ട് ഫ്രഷറിനെ കയറ്റാം. ഒന്നുമില്ല, ആ ഒരു മാസം കഴിഞ്ഞ് കൊച്ചിൻ്റെ ഒരു ഇതായി കഴിയുമ്പോൾ അവർ മെയ്ഡിനെ വെച്ചോളും, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിന് വെച്ചോളും. അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും. അത് എന്തിനാണ്, വൈ ഡു യു അസ്യൂം ദാറ്റ് ഒരു കൊച്ചു വന്നുകൊണ്ട് അവരുടെ ജോലികളൊക്കെ പോയി മൊത്തം ഫോക്കസ് അതിലേക്കാവുമെന്ന്?
അങ്ങനെയൊന്നുമില്ല. ദർ ആർ വിമൻ ഹു ഡു എക്സ്ട്രീംലി വെൽ എല്ലാ കാര്യത്തിലും. ഈ പറഞ്ഞ പോലെ മാർക്കറ്റിങ്ങിലോട്ട് ഇപ്പം കടക്കുന്നുണ്ട്. അപ്പം മാർക്കറ്റിങ്ങിൽ ചെയ്യുമ്പോൾ എന്തെല്ലാം സ്ട്രഗിൾസ്, എന്തെല്ലാം ഫേസസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ബിസിനസ്സിൽ? മാർക്കറ്റിങ്ങിൽ വിമൻ ഫേസ് ക്വൈറ്റ് ലോട്ട് ഓഫ് ഇഷ്യൂസ്. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ വി ഹാവ് ടു ബി ഔട്ട് ദെയർ. അപ്പോൾ എൻ്റെ ഫീൽഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഞാൻ എൻ്റെതായ കംഫർട്ട് സോണിൽ ഇരുന്നിട്ടാണ് അത് പറഞ്ഞ് ഐ ഹാവ് ടു സേ ദാറ്റ്, ബിക്കോസ് എൻ്റെ കംഫർട്ട് സോൺ വേറെയാണ്. എൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ടും എൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടും ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ളതില്ല. പക്ഷേ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങുന്ന ഒരു എന്ന് പറയുമ്പോൾ ഫീൽഡിലേക്ക് പോകണം. ദേ ഹാവ് ടു ലിറ്ററലി ബി ഔട്ട് ദെയർ, മീറ്റ് പീപ്പിൾ, സംസാരിക്കണം, കുറേ കാര്യങ്ങൾ ഇത് ചെയ്യണം. ടൈമിങ്സ് ചിലപ്പോൾ പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ ഫിനിഷ് ഓഫ് ചെയ്ത് വരാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെയാണ് ഞാൻ മാർക്കറ്റിങ്ങിൽ കാണുന്ന ഒരു കുറച്ച് അലച്ചിലുള്ളൊരു പണി. എച്ച് ആർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മിക്കപ്പോഴും ഓഫീസിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ മീറ്റിങ്സും കാര്യങ്ങളും ആൾക്കാരായിട്ടുള്ളൊരു അസോസിയേഷനും സംസാരമൊക്കെ കുറച്ച് കൂടുതൽ വരുന്നു. ഇപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച സമയത്ത് ഇപ്പം നമ്മൾ വിമൻസിനെ പറ്റി സംസാരിച്ചു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചു. ഇതിനകത്ത് നമ്മൾ പറയുന്നതിന് ഒത്തിരി നെഗറ്റീവ് കമൻസ് ഇപ്പോൾ വരും, തീർച്ചയായിട്ടും സ്വാഭാവികം. അപ്പം അങ്ങനെ നെഗറ്റീവ് കമൻസ് പറയുന്നവരോട് എന്താ അമ്മൂന് പറയാനുള്ളത്? ജനറലി നെഗറ്റീവ് കമൻസ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിയിൽ എന്താണെങ്കിലും വരും. എനിക്കൊരു അത്ഭുതമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഞാനത് വായിച്ച് അത് വിടും എന്നല്ലാണ്ട് ഐ ഡോണ്ട് ഗെറ്റ് എഫക്റ്റഡ് ബൈ ദീസ് കമൻസ്. ബിക്കോസ് സംടൈംസ് അവർ നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും കൂടെ എടുത്തിട്ട് ജഡ്ജ് ചെയ്ത് എനിക്ക് വന്നിട്ടുണ്ടല്ലോ, നിനക്ക് ഡിവോഴ്സ് ആയെങ്കിൽ നിങ്ങൾക്ക് പലതും പറയാൻ പറ്റും. ഐ നോ ദാറ്റ് യു ആർ ഡിവോഴ്സ്ഡ്, ഐ നോ യു ആർ ദിസ് തിങ്, യു ആർ സിംഗിൾ മോം. ബീയിങ് ഡിവോഴ്സ്ഡ്, ദാറ്റ് ഈസ് നോട്ട്, ഇറ്റ് വാസ് നോട്ട് മൈ ചോയ്സ്. അല്ലെങ്കിൽ അതെൻ്റെ അങ്ങനെ ഒരു പ്രോപ്പർ എൻ്റെ ആഗ്രഹമല്ലായിരുന്നു ഇങ്ങനെ ആവണമെന്ന്. സിറ്റുവേഷൻസ് ആണ് ഓരോ വ്യക്തികളുടെ ആ ഒരു ഇതിലേക്ക് ആവുന്നത്. അല്ലാണ്ട് ഓക്കെ ഞാൻ നാളെ ഇതായിട്ട് ഞാനിങ്ങനെ സ്ട്രോങ് അല്ല. എവ്രിബഡി നീഡ്സ് ഫാമിലി. എല്ലാവർക്കും ആ ഒരു സന്തോഷത്തോടെ ജീവിക്കണമെന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ കാരണം, സിറ്റുവേഷൻസ് കാരണം ഒരു തരത്തിലും നിവർത്തിയില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ഡിസിഷനിലേക്ക് എടുക്കുന്നത്. നോട്ട് ബിക്കോസ് വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. ആൻഡ് അതിനൊരുപാട് സ്ട്രെങ്ത് വേണം ആ ഒരു ഡിസിഷനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് നമ്മൾ ഒരാൾ കാണുവാണെങ്കിൽ, ഒരു ഇത് കാണുമ്പോഴേക്കും ദിസ് പേഴ്സൺ ഇസ് ഡിവോഴ്സ്ഡ്, അവളുടെ നടപ്പല്ലെങ്കിലും അങ്ങനെയായിരുന്നു, ഇപ്പോൾ ഡിവോഴ്സ് ആവാണ്ട് എങ്ങനെയാ? ഇല്ല. എവ്രി അതർ പേഴ്സൺ, ലൈക്ക് എവ്രി ഫാമിലി, എവ്രി വുമൺ, എവ്രി മെൻ, അവർക്കും ഒരു പാർട്ട്ണറും സുഖമായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം തന്നെ ആഗ്രഹമുള്ളൂ. പക്ഷേ ഓരോരുത്തരുടെ സാഹചര്യം കാരണം വരുന്ന ഓരോ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് സ്ട്രെങ്ത്. നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കാമെന്ന് പറയണത്. എത്രയോ ആൾക്കാരുണ്ട്, ദേ ഗോ ത്രൂ ഹെൽ, പക്ഷെ എന്നാലും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് ദേ ഡു നോട്ട് കം ഔട്ട് ഓഫ് ദറ്റ് സിറ്റുവേഷൻ. അവർ നാളത്തെ അവസരം എന്താകും എന്ന് ആലോചിച്ചിട്ട് അവരതിൽ തന്നെ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് കറേജ്. സെക്കൻഡ്, ഈ നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത് ആൾക്കാർ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കുത്തിയിരുന്ന ആൾക്കാർക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ബിക്കോസ് അവരുടെ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് പറയാണ്. ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആൾക്കാരാണ് ഇവിടെ ഇരുന്ന് പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്തവർ, ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ ലോഡ് ഓഫ് ജലസി കാര്യങ്ങൾ, ഇങ്ങനെയുള്ളവരാണ് മെയിൻലി നെഗറ്റീവ് പറയുക. നാളെ ഒരു നല്ല രീതിയിൽ ഒരാൾ പ്രസൻറ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, എന്നെപ്പോലെ ഒരാൾ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഐ ലുക്ക് അപ്പ് ടു ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ. ഐ ട്രൈ ആൻഡ് ലേൺ തിങ്സ് ഫ്രം പീപ്പിൾ ഹു ഡു മേജർ തിങ്സ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് പറയുന്നവർ ഗെറ്റ് എ ലൈഫ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം യു ഡു സംതിങ് റാദർ ദാൻ ജസ്റ്റ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ലാപ്ടോപ്പ് ഓർ ഫോണിലിരുന്നിട്ട് നെഗറ്റീവ് അടിക്കണേക്കാട്ടിലും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ഈ സമയം മതി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കാര്യങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട്. പണ്ട് ഞാനിങ്ങനെ എന്തെങ്കിലും ആ കാര്യം പറയുമ്പോഴത്തേക്കും ആണോ എന്ന് പറഞ്ഞ് വിഷമിക്കായിരുന്നു. ഇപ്പം ഐ എം ലൈക്ക് ഐ റിയലി ഡോണ്ട് ഗിവ് എ ഡാം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞതിനകത്തെ ഒരു കാര്യം ചോദിച്ചിട്ട്, പൊതുവേ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുവാണ്, ഡിവോഴ്സ് എന്നൊരു വേർഡ് സ്ത്രീകളെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നൊരു വേർഡാണ്. പക്ഷെ പുരുഷന്മാരിൽ അത് എഫക്റ്റേ ചെയ്യുന്നില്ല. സ്ത്രീകളാണെങ്കിൽ ഓൾ ഡിവോഴ്സിയാണ്, ഒക്കെ ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു തരത്തിൽ നമ്മളെ ഒന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മെയിൽ അങ്ങനെയില്ല. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അങ്ങനെ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ?
പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഈ ഡിവോഴ്സ് ഇസ് നോട്ട് എ കോമൺ തിങ്. വളരെ 10 കുടുംബത്തിൽ 1 കുടുംബത്തിലോ 2 കുടുംബത്തിലോ സംഭവിക്കുന്ന. ഇന്നിപ്പോൾ ഒരു 10 കുടുംബം എടുത്ത് നോക്കുവാണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു 6 കുടുംബത്തിനെങ്കിലും ഒരു ഡിവോഴ്സ് ഉണ്ടാകും. വൺ തിങ് ഇസ് ആൾക്കാരുടെ ടോളറൻസ് ലെവൽ ഭയങ്കര കുറവായിട്ടിരിക്കുക. പീപ്പിൾ ജസ്റ്റ് ഡസൻറ്റ് വാണ്ട് കോപ്പ് വിത്ത് അതേഴ്സ്. അതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. വൺ തിങ്. രണ്ടാമത്തെ കാര്യം, എവ്രിബഡി ഈസ് വെരി ഒപ്പീനിയൻ. ഭയങ്കര സ്ട്രോങ് ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാരാണ് പരസ്പരമുള്ള ആൾക്കാരും. അപ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നടക്കാത്തപ്പോഴാണ് ഈ സംഭവം വരുന്നത്. നൗ വെൻ ഇറ്റ് കംസ് ടു വിമൺ, അവർ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. അവള് ഡിവോഴ്സ്ഡ് അല്ലേ, അവള് 2 ഫ്രണ്ട്സിൻ്റെ അവിടെയൊക്കെ നടക്കുമ്പോഴത്തേക്കും എങ്ങനെ വരാണ്ടിരിക്കുക, ഇങ്ങനെയല്ല നടപ്പ്, ഇങ്ങനെയാണ് അങ്ങനെ. ആ ഒരു ടാഗ് ലൈൻ അത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ പ്രശ്നമാണ്. അതിനിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും, കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ എത്ര കാലം കഴിഞ്ഞാലും പെണ്ണുങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷമം പിടിച്ചൊരു കാര്യം അത്. ലൈക്ക് യു സെഡ്, ആണുങ്ങൾക്കത് വലിയ പ്രശ്നമില്ല. അവൻ ഡിവോഴ്സാണ്, അവൻ വേറെ കല്യാണം കഴിച്ചു. നമ്മളുടെ കാര്യം പറയുമ്പോഴത്തേക്കും പറഞ്ഞു, കൊച്ചുങ്ങളൊക്കെ ഉള്ളതല്ലേ, നമ്മൾ 2 വട്ടം ആലോചിക്കണം കേട്ടോ. നമ്മൾക്ക് എപ്പോഴും ആ ഒരു ഇതിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അതൊരു ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമുക്കും വളരെയധികം നമ്മൾ എഫക്റ്റഡ് ആവാറുണ്ട്. ബിക്കോസ് സം മെൻ അപ്രോച്ചേഴ്സ് ഇൻ എ വെരി ബാഡ് വേ. ഇപ്പോൾ ഡിവോഴ്സായിട്ട് നമുക്ക് നിൽക്കുമ്പോഴത്തേക്കും ആര് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാവുന്നതാണ്, ആര് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു ഫീലിങ്ങും ഇതും കൊടുക്കുന്ന. അതുപോലെ തന്നെ ഇപ്പോൾ ഡിവോഴ്സായിട്ട് നമ്മൾ നിൽക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ ആരോടെങ്കിലൊക്കെ പോയി മിണ്ടുവോ അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇൻസെക്യൂർഡ് ആവുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്. ബിക്കോസ് ഐ ആം ഡിവോഴ്സ്ഡ്. ഇഫ് ഐ ടോക്ക് ടു സമ്മൺ, ഇഫ് ഐ ജെൽ വിത്ത് സമ്മൺ, അതിൻ്റെ അർത്ഥം ഇനി അവരായിട്ട് നിന്ന് എന്തെങ്കിലും ഓപ്പോസിറ്റ് ആൾക്കാരുടെ പാർട്ട്നേഴ്സിനും എല്ലാം തോന്നുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം പെണ്ണുങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വിഷമം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. ചില സമയങ്ങളിൽ ഞാൻ ആലോചിക്കാറുണ്ട്, അതെന്തൊരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആണുങ്ങളെക്കാട്ടിലും കൂടുതൽ പെണ്ണുങ്ങൾ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവാറുണ്ട്. പക്ഷെ പഴയതെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും മാറുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഇഫ് യു സീ മെജോറിറ്റി ഡിവോഴ്സ്ഡ് വുമൺ, ദേ ആർ വെരി സ്ട്രോങ്. അവർ അറ്റ്ലീസ്റ്റ് ദേ ആക്ട് ടു ബി സ്ട്രോങ്. അവർ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയുള്ളൂ. ആൻഡ് അത്രയ്ക്കും ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഇതുപോലെ നമ്മൾ നിന്ന് കൊടുക്കൂല. കാരണം നമുക്കറിയാം നമുക്ക് വരുന്ന പ്രോബ്ലംസും കാര്യങ്ങളും എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഒരു ഈ പറഞ്ഞ പോലെ സിംഗിൾ മോമായ സമയത്തെ ഈ കാര്യങ്ങളിൽ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഒന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ലക്കിലി എനിക്കത് വന്നിട്ടില്ല. ലക്കിലി ഇറ്റ് ഹാസ് നോട്ട് ഹാപ്പൻ. രണ്ടാമത്തെ കാര്യം, എൻ്റെ കൊച്ച് ടിയ, ഷീ ഈസ് വെരി സപ്പോർട്ടീവ്. ഷീ ഹാസ് സീൻ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഷീ ഹാസ് ബീൻ വെരി സപ്പോർട്ടീവ് എൻ്റെ കാര്യത്തിൽ. അവൾ എന്തുകൊണ്ട് അമ്മു എന്നുള്ളൊരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. ഷീ നോസ് ദ റിയാലിറ്റി, കാര്യങ്ങൾ എന്താണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, എൻ്റെ ഒരു രീതിക്ക് വെച്ചും എൻ്റെ ഒരു ഇതിനനുസരിച്ചും ആരും എൻ്റെ അടുത്ത് വന്നിട്ട് വലിയൊരു ഒപ്പീനിയൻ പറയാനും വന്നിട്ടില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാനും വന്നിട്ടില്ല. ബിക്കോസ് എൻ്റെ കൊച്ചിനറിയാം, എനിക്കറിയാം, എൻ്റെ പേരൻസിനറിയാം എന്തായിരുന്നു റീസൺ, എന്താണ് കാര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വെൻ ദേ ആർ ഓക്കെ എന്നല്ല, ദേ ആർ എക്സ്ട്രീംലി സാഡ്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എൻ്റെ കൊച്ചിനെ ഞാൻ ഒറ്റയ്ക്കാണ് നോക്കുന്നത്. നമുക്കൊരു പാർട്ട്ണർ ഇല്ലാണ്ട് വരുന്ന ഒരവസ്ഥ എന്താണെന്നുള്ളത് വളരെ ഒരു പേരൻസ് എന്ന നിലയിൽ വളരെ സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിരുന്നാലും അവർ നമുക്ക് കൂടെ ഉള്ളിടത്തോളം കാലം ബാക്കി ആരെന്ത് പറയുന്നതും നമ്മൾ ബോധേഡാവുന്ന ഒരു കാര്യമല്ല. ക്രിറ്റിസിസംസ് വരും, കാര്യങ്ങൾ വരും, താഴ്ത്തൽ വരും. ഇങ്ങനെ നടക്കുന്നുകൊണ്ടാണ്, അങ്ങനെ നടക്കുന്നുകൊണ്ടാണ്, ഇവിടെയാണ്, അങ്ങനെയാണ്. പലർക്കും പല അഭ്യൂഹങ്ങളുണ്ടാവും, പലതും പറയും. നമ്മൾക്ക് എന്താണ് അനുഭവിച്ചത്, നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. എത്ര പേരോട് പോയി ബോധ്യപ്പെടുത്തും? അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ കൊച്ചിന് അറിയാവുന്നത്തോളം, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, എൻ്റെ കൊച്ചിന് അറിയാവുന്നത്തോളം കാലം ഐ റിയലി ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് എനിത്തിങ്. ഈ പറഞ്ഞ ഇത്രയും സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഇത്രയും ഒറ്റപ്പെടൽ ഇതെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഇന്ന് സ്വന്തം പാഷനായ എന്താ പറയുക സ്റ്റൈൽഡ് ബൈ അമ്മു എന്നൊരു പേജിലേക്ക് എത്തിയത്, എന്നൊരു ഇൻഫ്ലുവൻസറായി, പക്ക ഒരു ഇൻഫ്ലുവൻസറായി
ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വന്നിരിക്കുന്നത്. സോ ഇതേപോലെ സ്റ്റൈലിംഗ് എന്നൊരു പാഷൻ ഫോളോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സോ അവരോട് എന്താണ് പറയാനുള്ളത്? ഒപ്പം പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പോൾ അവരുടെ സെക്യൂരിറ്റി, ഈ മേഖലയിൽ വരുന്ന സെക്യൂരിറ്റീസും കൂടെ ചേർത്ത് 2 വാക്ക് പറയൂ. സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിലാണോ അതോ പൊതുവേ നമ്മൾ ഫിനാൻഷ്യലി സെക്യൂർഡ് ആവുന്ന കാര്യത്തിനെ പറ്റിയാണോ? എന്താ, അതായത് ഇപ്പോൾ ഓൾറെഡി സ്റ്റൈലിങ്ങിനെ പറ്റി എന്താ പൊതുവെ നമ്മുടെ ഇനി വരാനിരിക്കുന്ന ഒത്തിരി നമ്മുടെ ആൾക്കാർ വ്യൂവേഴ്സ് ഉണ്ട്. സോ കുറേ പേര് എനിക്ക് ഓൺ എ ഡെയിലി ബേസിസ് അവരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഐ വോണ്ട് ടു ഡു സ്റ്റൈലിംഗ്, ഐ വോണ്ട് ഗെറ്റ് ഇൻ ടു ദിസ്. യെസ്, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് എസ്തെറ്റിക് പരമായിട്ടുള്ളൊരു ഇതും നമുക്ക് കളർ കോമ്പിനേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് ഇതിനെപ്പറ്റി ഒരു നോളജ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്, സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ സ്റ്റൈലിംഗ് മാത്രമല്ല, അപ്പോൾ ഇഫ് യു ആസ്കിങ് മീ ഓൺലി അബൌട്ട് സ്റ്റൈലിംഗ് ഓർ പൊതുവേ ഉള്ള വർക്ക് ബേസിസിലും കൂടെ ആണോ ചോദിക്കുന്നത്? വർക്ക് ബേസിസിൽ വർക്ക് ബേസിസിൽ ഞാൻ പറഞ്ഞ പോലെ വിമൺ സ്റ്റാർട്ട് വർക്കിംഗ് എന്തെങ്കിലും ബീറ്റ് എനിത്തിങ്. ഇപ്പോൾ സ്റ്റൈലിംഗ് ഇഷ്ടമാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അതിനുള്ള ആക്സസ് ഉണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് പഠിക്കുക, അതിനുവേണ്ടി കോഴ്സസ് ഉണ്ടായിരിക്കും, അതെടുക്കുക. പിന്നെ എല്ലാവർക്കും ഒരു കുറച്ചൊക്കെ ഒരു നമുക്കൊരു ഇൻബിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ടാലൻറ്റും കാര്യങ്ങളൊക്കെ. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഫീൽഡിലേക്ക് വരിക. ജസ്റ്റ് ബിക്കോസ് ഷീസ് ഇൻ ടു സ്റ്റൈലിംഗ് അപ്പോൾ എനിക്കത് ആ ഒരു കളർഫുൾ ഫീൽഡ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല. നമുക്ക് എന്താണോ പറ്റുന്നത്, നമ്മുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് പോകും. അതിലേ നമുക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ ഒരാൾ ബേക്കിംഗ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എല്ലാം കൂടെ ചെയ്തിട്ട് എനിക്കതിനുള്ള പറ്റിയില്ലെങ്കിൽ നമ്മളതിൽ ഫ്ലറിഷ് ചെയ്യില്ല. നമ്മുടെ മേഖല എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ പീപ്പിൾ ഹു മെസ്സേജ് മീ ആസ്കിങ് എനിക്ക് സ്റ്റൈലിംഗ് കയറണം, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ലേൺ അബൌട്ട് ഇറ്റ്, കാര്യങ്ങൾ ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, ഫാഷനെ പറ്റി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, കാര്യങ്ങളെ പറ്റി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, കുറച്ചും കൂടെ നോളേജ് അതിനെപ്പറ്റി ഉണ്ടായിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കോഴ്സസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അതിനെപ്പറ്റിയൊക്കെ എടുത്ത് കുറച്ചും കൂടെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കാര്യമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് കുറേ ഡ്രോബാക്സ് ഉണ്ട്, എനിക്ക് കുറേ കാര്യങ്ങളെപ്പറ്റി ഇനിയും ഉണ്ട് കുറേ പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ. സോ ഐ വുഡൻ സേ ഐ എം ലൈക്ക് 100% പെർഫെക്റ്റ് ഇൻ ദിസ്. എനിക്ക് ഒരുപാട് ഇതുണ്ട്. നമ്മൾ എവറി ഡേ ഇസ് ലൈക്ക് എ ലേണിംഗ് പ്രോസസ് ഫോർ മീ. അപ്പോൾ യാ പഠിക്കുക ചെയ്യുക. അപ്പോൾ എന്താണ് ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ 2 ഇതുണ്ട്. ഒന്ന്, എനിക്ക് പപ്പയുടെ ബിസിനസ്സിൽ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കണം. ഐ വോണ്ട് ബിൽഡ് ഇറ്റ് ഈസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു ബിഗർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇൻ ടേംസ് ഓഫ് ഇപ്പോൾ പപ്പയുടെ എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് ദാറ്റ് എനിക്കത് കുറച്ചും കൂടെ ഉണ്ട്. ഇൻ ടേംസ് ഓഫ് സ്റ്റൈലിംഗ് ഐ വോണ്ട് വർക്ക് വിത്ത് മോർ ആർട്ടിസ്റ്റ് സെലിബ്രിറ്റീസും കുറേ വെഡ്ഡിങ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഒന്ന് ഫീൽഡ് മാറ്റി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഐ വോണ്ട് വർക്ക് വിത്ത് തമിഴ് ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആൻഡ് ഐ എം ഷുവർ, ഐ റിയലി ഹോപ്പ് ഐ ക്യാൻ ഡു ഇറ്റ്. കഴിഞ്ഞ ലാസ്റ്റ് 2 years ഞാൻ ഒരുവിധം എനിക്കിവിടെ ആയിട്ടുള്ളവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് കുറച്ചും കൂടെ ഇതിനകത്ത് ഫ്ലറിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചും കൂടെ ആഡ്സും സ്റ്റൈലിംഗ് ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ യെസ്, ഇത്രയും ഒന്നും പഠിക്കാതെ സ്വന്തം പാഷനെ ഫോളോ ചെയ്ത് വന്നതാണ് സ്റ്റൈൽഡ് ബൈ അമ്മു എന്ന് പറഞ്ഞ പേജ്. സോ അങ്ങനെ വന്ന അമ്മുവിന് ഇനി മുന്നോട്ടും ഒത്തിരി അവസരങ്ങൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ സെലിബ്രിറ്റീസിൻ്റെ ഒപ്പം ഫ്ലറിഷ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്ന്. സെലിബ്രിറ്റീസ് മാത്രമല്ല, ബ്രൈഡ്സിനെ അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാണ്. ഓക്കെ, എല്ലാം ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും അവരുടെ ഫാമിലിയും ബ്രൈഡ്സും വെൻ ദേ ആർ എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് വെൻ ദേ മെസ്സേജ് മീറ്റ്, അല്ലെങ്കിൽ ചേച്ചി എല്ലാവർക്കും ലുക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ്സ് എ ബിഗ് ഡേ. അത് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും നോക്കുന്നുമുണ്ട് പിന്നെ ഈ കാര്യം ഏറ്റവും ബെസ്റ്റായിട്ട് വരാൻ തന്നെ അവർ നോക്കുന്നുണ്ട്. എനിവേ, ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും മുന്നോട്ട് ഒരുപാട് വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വെൽത്തി സ്പോട്ട്ലൈറ്റിലെ എല്ലാവരും ആഗ്രഹിക്കുന്നു, അതേപോലെ ആശംസിക്കുന്നു. സോ ഫൈനലി കൺക്ലൂഡ് ചെയ്യാൻ നമ്മൾ പോകുന്ന ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? First of all, thank you so much for inviting me. I was quite skeptical and I was hesitant because ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്താണ് will I be able to inspire people because ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. I mean I've done interviews and I've done ഇത്, പക്ഷേ പോഡ്കാസ്റ്റ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. But then I was like okay, I'll come do it. But it was amazing. Session was really good.
അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. വെൽത്തി സ്പോട്ട് കൂടുതൽ ആൾക്കാരെ ഈ സീറ്റിൽ വലിയ 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 ആൾക്കാരൊക്കെ വന്നിരുന്ന് ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് വന്നതിലും ഇത്രയും നേരം നമ്മുടെ ഒപ്പം സ്പെൻഡ് ചെയ്തതിലും ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റിയതിലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.